ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ. ഹലോ അമ്മേ. വരുണേ ഇവിടെ മുറിയിലില്ല. ഇവിടെ എങ്ങും കാണാനുമില്ല. എന്റെ സ്വന്തം രാധികയ്ക്ക് എന്താ അമ്മേ, ഇത് അമ്മ എഴുതിയതാണോ? അല്ല, അങ്ങനെ എഴുതുന്നോണ്ട് എന്താ കുഴപ്പം? നമ്മുടെ കുട്ടികളെ സ്വന്തം കുട്ടിയാന്ന് പറയില്ലേ? എടത്തി, ഇതിൽ ഒരു സംശയം വേണ്ട. ഇന്നലെ രാത്രിയിൽ വരുൺ ഇവിടെ വന്നിട്ടുണ്ട്. ഇവളുടെ മുറിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അമ്മ പിന്നെ എല്ലാത്തിനും കൂട്ടാണല്ലോ. ഇന്നലെ എന്തോ തട്ടി വീഴുന്ന ശബ്ദം കേട്ട് നമ്മൾ ഇറങ്ങി പരിശോധിച്ചതല്ലേ. അപ്പോ നമ്മളോട് ദേഷ്യപ്പെട്ടതാരാ? അമ്മയല്ലേ? എന്തായിരുന്നു തിടുക്കം ഞങ്ങളോട് പോയി കിടന്ന് ഉറങ്ങാൻ പറയാൻ? ഉർവശി, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിക്കണ്ട. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. വേണ്ടമ്മേ, അമ്മ പറയുന്നതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും കൂടി എന്നെ ചതിക്കും അമ്മ. ചേച്ചി, മുത്തശ്ശി, എല്ലാരും അതെ. പ്രിയേ, സ്വന്തം പേരക്കുട്ടിയെ വേറൊരു പെണ്ണിന്റെ മുറിയിലേക്ക് വഴി കാണിക്കുന്ന ഇവരെ എന്താ വിളിക്കണ്ടേ? പ്രിയങ്കേ, പ്രിയങ്കേ, സ്ഥാനം മറന്ന് സംസാരിക്കണ്ട. എന്തിനാ ചേച്ചി എന്നെ ഇങ്ങനെ കൊല്ല ചെയ്യുന്നേ? എന്നും ഞാൻ ചേച്ചിയുടെ മുൻപിലെ രണ്ടാം തരക്കാരി ആയിട്ടല്ലേ ഉള്ളൂ. മതിയായില്ലേ എപ്പോഴും? ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ ആരും വിശ്വസിക്കില്ല. അത് എന്റെ ഗതികേടാ. മതിയടി കള്ളക്കണ്ണീരൊലിപ്പിച്ചത്. ഉർവശി, കൽപ്പനയ്ക്ക് ഫോൺ ചെയ്. വരുൺ ഗസ്റ്റ് ഹൗസിൽ തന്നെ ഉണ്ടോന്ന് ചോദിച്ചു നോക്ക്. അതെ, അമ്മയോടെ പോവാ. നിങ്ങളുടെ തെളിവെടുപ്പൊക്കെ കഴിയട്ടെ. ശിക്ഷ വിധിക്കുമ്പോ വന്നാ മതിയല്ലോ. ആ, നീയേ അവളെ ഒന്ന് വിളിക്കേ. ഹലോ, എന്താ ചെറിയമ്മ? കൽപ്പനെ, വരുൺ എസ്റ്റേറ്റിലുണ്ടോ? എന്ത് പറ്റി? കാര്യമൊക്കെ പിന്നെ പറയാം. വരുൺ അവിടെ ഉണ്ടോന്ന് നീ ഒന്ന് പോയി നോക്കിയേ. ചെറിയമ്മ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങതാ. ഡേ, ഒരു കാര്യം പറഞ്ഞ ആദ്യം അത് അനുസരിക്കാൻ നോക്ക്. അത് കഴിഞ്ഞിട്ട് മതി ചോദ്യങ്ങളൊക്കെ. ശരിയമ്മ. എന്താണോ? വീട്ടിൽ നിന്ന് അമ്മയും ചെറിയമ്മയൊക്കെ വിളിച്ചിരുന്നു. വരുൺ ഇവിടെ ഉണ്ടോന്ന് നോക്കാൻ പറഞ്ഞു. അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. അവിടെ എന്താ പ്രശ്നം? എന്താന്ന് ചോദിച്ചാ പറയണ്ടേ. വരുൺ ഉണ്ടോന്ന് നോക്കിട്ട് വിളിച്ചു പറയാൻ പറഞ്ഞു. എന്നാ വാ. മോനെ, നീ ഗസ്റ്റ് ഹൗസിൽ എത്തിയോ? ഇല്ല, എത്താറാവുന്നുള്ളൂ. എന്തുപറ്റി? നീ കൊണ്ടുവന്നു വെച്ച സമ്മാനം രാധികയല്ല കണ്ടത്, പ്രിയങ്കയാ.
അവൾ അത് നീ കൊണ്ടുവന്ന് വെച്ചാണെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുക. അമ്മയും ചെറിയമ്മയൊക്കെ രാധികയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എങ്കിൽ പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരാം. സംശയമുള്ളവരോടൊക്കെ നേരിട്ട് ഇപ്പൊ തന്നെ കാര്യം പറഞ്ഞേക്കാം. വേണ്ട മോനെ, നീ ഇപ്പൊ തിരിച്ചു വന്നാ എല്ലാരും കൂടി അവക്ക് ചാർത്തി കൊടുക്കുന്ന പേര് വേറെ ഒന്നായിരിക്കും. പാതിരാത്രിയിൽ നിന്നെ കിടപ്പറയിൽ വിളിച്ചു കയറ്റിയെന്ന് പറയുന്നത് അത്ര നല്ല പേരല്ലല്ലോ. എത്രയും പെട്ടെന്ന് നീ ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ല്. നീ അവിടെ ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം. മുത്തശ്ശിയ, അയാളുടെ അവസ്ഥ എന്താ? കടിച്ചു കീറാൻ നിൽക്കുന്നവരുടെ നടുവിൽ നിൽക്കുന്ന ഒരാളെ കുറിച്ച് എന്തു പറയാനാ മോനെ? നീ പെട്ടെന്ന് ചെല്ലാൻ നോക്ക്. സമ്മാനം ഞാൻ വാങ്ങിച്ചു വച്ചിരിക്കുന്നതാണെന്നാ ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നേ. അതവര് വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഇനി അത് അങ്ങനെ തന്നെ മതി. ആ മുത്തശ്ശി ഫോൺ വെച്ചോ, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് എത്തട്ടെ. ശരി മോനെ. വരുൺ, വരുൺ, വരുൺ. അമ്മയും ചെറിയമ്മയൊക്കെ സംശയിച്ചതില് കാര്യമുണ്ട്. വരുൺ ഇവിടെ ഇല്ല. ഇവിടുന്ന് പോയി വരുൺ എന്തോ കുഴപ്പം ഒപ്പിച്ചിട്ടുണ്ട്. ഏയ്, താൻ അങ്ങനെയൊന്നും പറയണ്ട. അമ്മ ചിലപ്പോലെ ദുസ്വപ്നം കണ്ടായിരിക്കും. എന്തായാലും വരുൺ ഇവിടെ ഇല്ലാന്ന് എനിക്ക് വിളിച്ചു പറഞ്ഞല്ലേ പറ്റൂ. ഞാൻ പുറത്തൊന്ന് പോയി നോക്കട്ടെ കൽപ്പന. ഓ, ഇനി സൂര്യ അനിയനെ രക്ഷിക്കാൻ ഇറങ്ങി തിരിക്കുവാണോ? എന്തായാലും ഞാനിപ്പോ അമ്മയെ വിളിക്കും. എന്നെ ഏൽപ്പിച്ച കാര്യം എനിക്ക് ചെയ്തല്ലേ പറ്റൂ. എടോ, ഹലോ. ആ ഹലോ അമ്മേ. വരുണേ ഇവിടെ മുറിയിലില്ല. ഇവിടെ എങ്ങും കാണാനും ഇല്ല. നീ ഫോൺ വെച്ചോ. അമ്മേ, ഇനിയെങ്കിലും ഒന്ന് കാര്യം പറ. എന്താ ഇപ്പൊ ഇവിടെ നടക്കുന്നത്? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കാം.